പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ജനകീയ ബജറ്റാകുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിഷ്ണു തലവൂർ ചേരുന്നു ദില്ലിയിൽ നിന്നും. വിഷ്ണു, കേരളമടക്കം നിരവധി സംസ്ഥാനങ്ങൾ നിരവധിയായ ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നോടിയായി വെച്ചിട്ടുണ്ട്. ഈ ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി രാജ്യത്തോട് സംസാരിച്ചപ്പോൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്? വിനീഷ, ബജറ്റ് സമ്മേളനം അല്പസമയത്തിനകം 11 മണിയോടുകൂടി തന്നെ ആരംഭിക്കും. അതോടൊപ്പം സമ്മേളനത്തിൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന സാമ്പത്തിക സർവേ റിപ്പോർട്ട് 12 മണിയോടുകൂടി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ ടേബിൾ ചെയ്യും. പിന്നീട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി രാജ്യസഭയിലും ഈ ഒരു സാമ്പത്തിക സർവേ റിപ്പോർട്ട് വയ്ക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് അല്പം മുന്നേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. അതിൽ ചൂണ്ടിക്കാട്ടിയത് അമൃതകാലത്തെ വളരെ സുപ്രധാനമായിട്ടുള്ള നാളെ അവതരിപ്പിക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ ഒരു ജനകീയ ബജറ്റ് ആയിരിക്കും. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ജനകീയ ബജറ്റ് തന്നെയായിരിക്കും നാളെ അവതരിപ്പിക്കുക. 2047 റോഡ് മാപ്പ് കൂടിയായിരിക്കും ഈ ബജറ്റ്. ഇതിനു പുറമെ വികസനത്തിൽ ശ്രദ്ധയൂന്നിയാണ് മുന്നോട്ട് പോകുന്നത്. രാജ്യം ഇപ്പോൾ വലിയ സമ്പദ്ഘടനയായി മാറാൻ പോവുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും അവതരിപ്പിക്കുക എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ തന്നെ പ്രതിപക്ഷത്തെ വിമർശിക്കുന്ന ചില പ്രസ്താവനകൾ കൂടി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് ചില പാർട്ടികൾ പാർലമെന്റിൽ സമയം പാഴാക്കുന്നുവെന്നാണ് വിമർശനം. അതോടൊപ്പം തന്നെ ചില പാർട്ടികൾ നടത്തുന്നത് ഒരു നെഗറ്റീവ് രാഷ്ട്രീയമാണ്. നിലവിൽ ഇത്തരം വിദ്വേഷമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പ്രതിപക്ഷം സഹകരിക്കണം എന്നൊരു ആവശ്യമാണ് പ്രധാനമന്ത്രി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് സഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടും. പ്രത്യേകിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അതോടൊപ്പം തന്നെ കൻവർ യാത്ര പോകുന്ന വഴിയിൽ ഭക്ഷണശാലകളിൽ ഉടമകളുടെ പേരുകൾ പ്രദർശിപ്പിക്കണം എന്ന ഉത്തരവ്, ഉത്തർപ്രദേശ് സർക്കാരിന്റെയും ഉത്തരാഖണ്ഡ് സർക്കാരിന്റെയും ഒക്കെ ഉത്തരവ്, ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇന്ന് ശരി വിഷ്ണു, വ്യക്തമാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ജനകീയ ബജറ്റാകുമെന്നാണ് പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് പറഞ്ഞത്. ഇതിന്റെ വിശദാംശങ്ങളാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്ന് നൽകിയത്.